അപ്പൊ നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് അല്ലെ. അപ്പൊ ഇന്ന് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോ അറിയാലോ, കാരണം ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അല്ലെ ആ റിലേറ്റഡ് ഫാക്ട്സ് പിടിച്ച് ഒരു പോക്കാണ് PSCയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാണെന്നുണ്ടെങ്കിലും. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മൾ അതിന്റെ പുറകേ തന്നെ പോകും. അപ്പൊ ഏത് അറ്റം വരെ അവർ പോകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 2025 തെരഞ്ഞെടുപ്പ് വരെയാണ്. 25 പ്രധാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പൊ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. മിസ്സേ, നമുക്ക് ഇപ്പൊ നിലവിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ തൊഴിൽ വാർത്ത എടുത്തു പറഞ്ഞ ഒരു ചെറിയ ന്യൂസ് ഉണ്ട്. ചെറുതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, മട്ടന്നൂര്. നമ്മൾ ഈ പറഞ്ഞു വരുമ്പോ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് മട്ടന്നൂര്. അപ്പം പത്രത്തിലായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് ഡേറ്റ് വന്നപ്പോഴും അതിൽ കൊടുത്തതാണ് മട്ടന്നൂര് ഇലക്ഷൻ 2027. അത് കേൾക്കുമ്പോ തന്നെ അത് എന്താണ് അതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകാം. സംഭവം മട്ടന്നൂർ നഗരസഭയാണ് ഇപ്പോൾ നിലവില്. നമുക്കറിയാലോ, പല പഞ്ചായത്തുകളും ഓരോ സർക്കാരാണ് നഗരസഭ ആയിട്ട് ഉയർത്തുന്നത് അല്ലെ. അപ്പൊ 1900 വർഷത്തിൽ EK നായർ മന്ത്രിസഭ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മട്ടന്നൂരിനെ എന്താക്കുന്നത്, നഗരസഭയാക്കി ഉയർത്തുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ അടുത്ത സംഭവം എന്തായിരുന്നു മിസ്സേ? അടുത്ത സംഭവം അടുത്ത പിറ്റേ വർഷം, അധികം ഒന്നും പോയില്ല, പിറ്റേ വർഷം തന്നെ ഭരണം മാറുന്നു. LDF ഭരണം മാറി UDF വരുന്നു. UDF വന്നപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരപ്പോഴേ മാറ്റി. അവര് പറഞ്ഞു അങ്ങനെ നഗരസഭയാക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും മട്ടന്നൂരിനില്ല. അപ്പൊ അതുകൊണ്ട് ഗ്രാമമായിട്ടിരുന്നാ മതി, ഗ്രാമപഞ്ചായത്താക്കി മാറ്റുകയുണ്ടായി. അതാണ് അവിടെ വന്ന ആദ്യത്തെ പ്രശ്നം. അപ്പോ പക്ഷെ അവര് സമ്മതിച്ചില്ല. എന്നുവെച്ചാൽ LDF അവര് നഗരസഭ ആക്കിയതല്ലേ, അവര് സമ്മതിച്ചില്ല. അവര് കേസിന് പോയി. അപ്പൊ അങ്ങനെ പിന്നെ ശരിക്കും അവിടെ ഒരു 6 വർഷക്കാലം ഭരണസ്തംഭനമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് നമുക്കിടയിൽ വന്നതും, ഒരു 2 വർഷത്തെ ഗ്യാപ്പ്. പിന്നെ ആദ്യത്തെ മട്ടന്നൂർ നഗരസഭയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1997 1997 കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കാം. മട്ടന്നൂർ നഗരസഭ ഇലക്ഷൻ ആദ്യമായിട്ട് നടന്നത് 1997 അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു ഇലക്ഷൻ ചൂടൊന്നും മട്ടന്നൂർ മാത്രം വിട്ടു നിൽക്കുന്നത്. എല്ലാ 97 മുതൽക്ക് 97 ഇലക്ഷന്റെ ടൈം അല്ല, മട്ടന്നൂരിലത്തേക്ക് മാത്രമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് മട്ടന്നൂര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. അതായത് ഏകദേശം നമുക്ക് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ ഇലക്ഷൻ വരുന്നത്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതിൽ എത്ര ഗ്രാമപഞ്ചായത്ത്? അതിൽ 941 ഗ്രാമപഞ്ചായത്ത്. എത്രയാണ്? 941 ഗ്രാമപഞ്ചായത്ത്. നിങ്ങൾ PSC ആസ്പെക്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, LSGD-കൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ. 2 പോയിന്റ് അത് നമുക്ക് ഗ്രാമപഞ്ചായത്ത് മാത്രം പഠിച്ചാൽ പോരെ. നമുക്കൊരു ത്രിതല സിസ്റ്റം ആണല്ലോ നിലനിൽക്കുന്നത്, 3 ടയർ ആണ്. അപ്പോഴത്തേക്ക് നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അതുപോലെ ജില്ലാ പഞ്ചായത്തുകളുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എല്ലാവർക്കും അറിയാം, 14 ബ്ലോക്ക് വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെച്ചോളാം. എത്രയാണ്? 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ. 152 ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മൾക്ക് ഇപ്പോ കേരളത്തിലുള്ളത്. അപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ എണ്ണം ഒന്നുകൂടാ. ഗ്രാമപഞ്ചായത്ത് 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്. മുനിസിപ്പാലിറ്റി അല്ല, ബ്ലോക്ക് പഞ്ചായത്ത്. അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ഉണ്ട്, 87 മുനിസിപ്പാലിറ്റി. പിന്നെ നമുക്ക് 6 കോർപ്പറേഷനും നമ്മുടെ 14 ജില്ലാ പഞ്ചായത്ത്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെ? കൂട്ടി നോക്കിയിട്ട് 1200 തികയുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എണ്ണവും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ എണ്ണം, പിന്നെ ജില്ലാ പഞ്ചായത്ത് നമുക്ക് അറിയാൻ പറ്റും, കുഴപ്പമില്ല, 14 പിന്നെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം, അതുപോലെ 6 കോർപ്പറേഷൻസ് ആണ് നമുക്ക് നിലവിൽ. നമ്മുടെ LGS പരീക്ഷ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാത്തിനും ബേസിക്കലി നമ്മൾ ബേസിക് ഫാക്ട് പഠിക്കുമ്പോൾ പഠിച്ചു പോകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട വയസ്സുകളൊന്ന് പഠിച്ചു പോവാം. വയസ്സുകൾ ഏതൊക്കെയാണ് മിസ്സേ? വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് നമുക്കറിയാവുന്ന നമ്മുടെ വാർഡ് മെമ്പർ, പ്രസിഡന്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എല്ലാം നമുക്ക് 21 വയസ്സ് പൂർത്തിയാവണം. 21. ബാക്കി മറ്റു പറയുമ്പോൾ നമ്മൾ നിയമസഭ, ലോക്സഭ, അതെല്ലാം 25 വയസ്സാണ്. അപ്പൊ നമുക്ക് 25 വയസ്സായാൽ തന്നെ നമുക്ക് MP ആകാം, MLA ആകാം. ഇപ്പൊ മൈഥിലി ഠാക്കൂർ ബീഹാറിലെ ഏറ്റവും, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി മാറിയിട്ടുണ്ട് 25 വയസ്സില്. അത് കഴിഞ്ഞ് നമുക്കൊരു ഡിഫറൻസ് അവിടെ വരുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമുക്ക് മത്സരിക്കണമെങ്കിൽ നമുക്ക് 35 വയസ്സ് പൂർത്തിയാവും. രാഷ്ട്രപതി കുറച്ച് മെച്യൂരിറ്റി വേണം. നമ്മൾ പ്രഥമ പൗരൻ അല്ലേ, പ്രഥമ പൗരൻ, കുറച്ച് മെച്യൂരിറ്റി ആവശ്യമാണ്. 35 വയസ്സ് മറന്നു വേണ്ട. പിന്നെ നമുക്ക് നിലവിലത്തെ ഇലക്ഷന്റെ കൈകാര്യം ചെയ്യുന്ന അതോറിറ്റിയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ
അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇലക്ഷൻ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, നമുക്ക് തിരിഞ്ഞു പോകും. എന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭ വരുമ്പോൾ എല്ലാവരും വിചാരിക്കും സംസ്ഥാനത്തല്ലേ നിയമസഭ, അപ്പൊ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, സംസ്ഥാന നിയമസഭ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? ഓക്കെ, കൊടുക്കാം. നമ്മൾ തന്നെ എല്ലാ ഉത്തരം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിലവിലത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്, അതുപോലെ നിലവിലത്തെ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എത്രാമത്തെ ഒന്നുകൂടെ കമന്റ് ചെയ്യണം. അതുപോലെ എത്രാമത്തെ, നിലവിലത്തെ കമ്മീഷണർമാര് എത്രാമത്തെ ആണെന്ന് കൂടെ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ നോളജ് വർദ്ധിക്കുക കേട്ടോ. നിങ്ങൾ അന്വേഷിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ശ്രമം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കും പല പോയിന്റ്സും മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ അന്വേഷിക്കുക, അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുക. അന്വേഷണത്തിന് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വളരെ സെക്യൂർ ആയിട്ടുള്ള സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉള്ളൊരു ജോബ് തന്നെ ആയിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ, അതുപോലെ കമന്റ് മറക്കരുത്. ഉത്തരം കൃത്യമായിട്ട് കമന്റ് ചെയ്തേക്കുക. ഓക്കെ.